കർക്കിടകത്തിന് മുമ്പേ നമുക്കൊരു മുരിങ്ങയില തീയലുണ്ടാക്കിയാലോ? കർക്കിടക മാസമായാൽ മുരിങ്ങയില കഴിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. മറ്റെല്ലാ ചീരയും കർക്കിടക മാസത്തിൽ കഴിക്കാവുന്നതാണ്. ചട്ടി അടുപ്പിൽ വെച്ച് ആദ്യം നമുക്ക് വച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് അതിലോട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അതിനുശേഷം മുളകിട്ടു, അതിൻ്റെ കൂടെ മല്ലിയാണ് ഇടുന്നത് ഞാൻ. കരിവേപ്പില ഇട്ടു, കുറച്ച് ഉള്ളി ഇട്ടു. ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കടുവിട്ട് കറിവേപ്പിലയും ഒരു മുളകും ഇട്ട് നമുക്കത് മൂക്കുന്നതിന് വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 കപ്പ് ഉള്ളി അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകും ഇട്ടതിന് ശേഷം അതൊന്ന് വാടുന്നത് വരെ നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഉള്ളി ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നല്ലപോലെ ഒരു ബ്രൗൺ നിറം ആയതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കപ്പ് മുരിങ്ങയില അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ആവശ്യം അനുസരിച്ച് മുരിങ്ങയിലയുടെ വാടിയ ഉള്ളിയിലോട്ട് ഞാനിതാ ഇട്ട് ഇളക്കുകയാണ്. ഇളക്കി നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നല്ലപോലെ അതൊന്ന് കിണ്ടിയതിന് ശേഷം നല്ലതാ ബ്രൗൺ നിറം രണ്ടും കൂടെ ജോയിൻ്റായി നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇവിടെ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ബ്രൗൺ നിറമായി വരെയാണ്. ഒരുപാട് തീ കുറച്ച് വേണം വയ്ക്കാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഈ പാത്രത്തിലാവുമ്പോൾ എളുപ്പം മൂത്ത് കിട്ടും തേങ്ങ. അതുകൊണ്ടാണ് ഇതിലിട്ടത്, ചീനിച്ചട്ടിയിലിട്ടത്. അതിലിച്ചിരി പുളിയും കൂടെ ഇട്ട് തേങ്ങ മൂത്ത് കഴിഞ്ഞ് നല്ലതായിട്ട് കഴിഞ്ഞ് നമുക്കിനി അതിനെ തേങ്ങ നല്ലപോലെ വറുത്തിട്ടുണ്ട്. അതിനി നമുക്ക് തണുത്തതിന് ശേഷം ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ജാറിലോട്ട് ഇട്ടതിന് ശേഷം നമുക്കിത് അരച്ച് നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഇനി നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന മുരിങ്ങയിലയിലോട്ട് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ നോക്കി ഒഴിച്ച് നല്ലതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട്, മുരിങ്ങയില ഔഷധ ഗുണമുള്ളതാണ്. രക്തം ഊറാനായാലും എല്ലാത്തിനും, കണ്ണിന് കാഴ്ചയ്ക്കും എല്ലാത്തിനും നല്ലതാണ് മുരിങ്ങയില. മുരിങ്ങയില ഇട്ട് എന്ത് കറി വെച്ചാലും അത് നല്ലതാണ്. അതുകൊണ്ട് ഞാനിത് മുരിങ്ങയിലയും ഉള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് ഇന്നൊരു തീയലാണ് വെച്ചിരിക്കുന്നത്. ഞാനും ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ വെച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് പറയാൻ വയ്യ. നിങ്ങളും ഇത് വെച്ച് നോക്കണം. കർക്കിടകത്തിന് മുമ്പ് മുരിങ്ങയില വയ്ക്കണം. കർക്കിടക മാസം ആയിക്കഴിഞ്ഞാൽ മുരിങ്ങയില പാടില്ല. മറ്റെന്ത് ചീരയും ഉപയോഗിക്കാം. നമുക്ക് മത്തൻ്റെ ഇല, പയറിൻ്റെ ഇല, കോവയ്ക്കയുടെ ഇല, കുളമ്പിക്കീര, ഞാൻ ഓരോ ദിവസവും ഓരോന്നായിട്ട് കർക്കിടക മാസത്തിൽ ഉപയോഗിക്കണമെന്നാണ് എൻ്റെ അമ്മ പറയാറ്. ഇത് ഗുണമുള്ളതാണ് കർക്കിടക മാസത്തിൽ. അങ്ങനെ എൻ്റെ മുരിങ്ങയില തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോയുമായി കാണാം.